നമസ്കാരം. കേരളത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മെയ് 4-ാം തീയതി റിസൾട്ട് വന്നപ്പോൾ അട്ടിമറി മണ്ഡലങ്ങൾ ഒരുപാടുണ്ടായി. അപ്രതീക്ഷിതമായ വിജയങ്ങൾ ഒരുപാട് സംഭവിച്ചു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുഭാഷിതം ചാനലിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അപ്രതീക്ഷിതമെന്ന് പറയാത്ത പ്രതീക്ഷിച്ചൊരു വിജയമാണ് വാമനപുരത്ത് സംഭവിച്ചത്. സുധീർ ഷാ പാലോട് സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം വിജയിക്കുമെന്നും ഞങ്ങൾ വീഡിയോ വരെ ചെയ്തിരുന്നു. അപ്പോൾ പലരും നെറ്റ് ചുളിച്ചു. പലരും പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് വാമനപുരം മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ 50 വർഷമായി വളരെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാക്കളാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പിരപ്പങ്കോട് മുരളി, കോലിയക്കോട് നായർ, B അരുന്ധതി, കല്ലറ വാസുദേവൻപിള്ള, അങ്ങനെ തുടങ്ങിയ വളരെ പ്രമുഖരായ ആളുകൾ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒരു കുഞ്ഞികൃഷ്ണപിള്ള മാത്രമാണ് ഒരു പ്രാവശ്യം UDF ജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ തവണയും LDF വൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ്. അപ്പോൾ വാമനപുരം എണ്ണേണ്ട കാര്യവുമില്ല, അറിയേണ്ട കാര്യമില്ല. വാമനപുരം LDF മണ്ഡലം, CPM മണ്ഡലം. നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായി അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ഹിന്ദു മെജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷെ അവിടെ സുധീർ ഷാ പാലോട് സ്ഥാനാർത്ഥിയാകുമെന്നും ജയിക്കുമെന്നും ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു നിലവാരം? ആനാട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ നെടുമങ്ങാടിലായിരുന്നു, ഇപ്പോൾ അത് വാമനപുരം നിയോജകമണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ ആനാട് ഗ്രാമപഞ്ചായത്തിന് പുറമെ നെല്ലനാട്, നന്ദിയോട്, പൊനവൂര്, വാമനപുരം, പുല്ലമ്പാറ, കല്ലറ, പാങ്ങോട്, പെരിങ്ങമല പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ ഇതിനകത്ത് വരുന്നതാണ്. ഈ ഓരോ ഗ്രാമപഞ്ചായത്തിൽ എടുക്കുമ്പോഴും അവിടെയെല്ലാം വലിയ നിലയിലാണ് സുധീർ ഷാ പാലോട് മുന്നോട്ട് പോയത്. ആനാട് ഗ്രാമപഞ്ചായത്തിൽ ആണ് താരതമ്യേന വോട്ട് കുറഞ്ഞു കിട്ടിയത് സുധീർ ഷായ്ക്ക്. എന്നാലും സുധീർ ഷായ്ക്ക് വോട്ട് കിട്ടി. 372 വോട്ടിൽ സുധീർ ഷാ മുന്നിൽ നിന്നു. നെല്ലനാട് പഞ്ചായത്തിൽ അത് പിരപ്പങ്കോട് മുരളിയുടെ തട്ടകമാണ്. അദ്ദേഹം താമസിക്കുന്ന വെഞ്ഞാറമൂടാണ്. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന വെഞ്ഞാറമൂടാണ്. വാമനപുരം മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് കേന്ദ്രമാണ് വെഞ്ഞാറമൂട്. അവിടെ 692 വോട്ടാണ് പിന്നെ സുധീർ ഷാ പാലോട് നേടിയത്. ഇതെങ്ങനെയെന്ന് TK മുരളിക്ക് ഇപ്പോഴും അന്തം വിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, CPMൻ്റെ വളരെ വേണ്ടപ്പെട്ട വോട്ടർമാർ, ബന്ധുമിത്രാദികളെല്ലാം വോട്ട് മാറി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നെല്ലനാട്ട് 692 വ്യത്യാസം വന്നത്. നന്ദിയോട് പഞ്ചായത്ത്, നന്ദിയോട് രവി എന്ന് പറയുന്ന CPMൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാവ് ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞ് പല ഒരു കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അവിടെ 640 വോട്ടാണ് സുധീർ ഷാ പാലോട് കൂടുതൽ പിടിച്ചത്. പനവൂർ പഞ്ചായത്തിൽ 635 വോട്ട് കൂടുതൽ പിടിച്ചു. വാമനപുരം ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. വാമനപുരം എപ്പോഴും ഒരു UDFന് മുൻതൂക്കമുള്ള ഒരു പ്രദേശമാണ്. 1000 വോട്ട് കൂടുതൽ പിടിച്ചു. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ പഞ്ചായത്തായിട്ട് അവാർഡൊക്കെ വാങ്ങിച്ച പഞ്ചായത്താണ്. പക്ഷേ അവിടെ ഇപ്രാവശ്യം 1000-ലധികം വോട്ടിന് പുല്ലമ്പാറ സുധീർ ഷാ പാലോട് പിടിച്ചു. NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം 5000-ലധികം വോട്ടാണ് പിടിച്ചതെങ്കിൽ ഇപ്പോൾ 10000-ലധികം വോട്ട് പിടിച്ചു. കല്ലറ ഗ്രാമപഞ്ചായത്തിൽ 2001 വോട്ട് സുധീർ ഷാ പാലോട് പിടിച്ചിട്ടുണ്ട്. പാങ്ങോട് 2695 വോട്ട് പിടിച്ചിട്ടുണ്ട്. പെരിങ്ങമല 2851 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ പാങ്ങോട്, പെരിങ്ങമല എന്നൊക്കെ, കല്ലറ എന്നൊക്കെ പറയുന്നത് ഈ സുധീർ ഷായുടെ ഒരു ബന്ധവും ബന്ധുമിത്രാദികളും, എല്ലാവരും മുസ്ലിങ്ങളല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം അവിടെ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക്, ഡിവിഷനിലേക്ക് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം പഞ്ചായത്താണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ 2800-3000 വോട്ട് വീതം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ DK മുരളിക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ വിധി വളരെ വിചിത്രമാണ്. പുല്ലമ്പാറ പഞ്ചായത്ത് DK മുരളിക്ക് എല്ലാ കാലവും വോട്ട് കൊടുത്തിട്ടുള്ള പഞ്ചായത്താണ്. ആനാട് പഞ്ചായത്ത് തരാതരം നിന്നിട്ടുള്ളതാണ്. 2 കൂട്ടർക്ക് വോട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആനാട് ജയൻ നേരത്തെ അവിടെ മത്സരിച്ചതാണ്, പിന്നെ അസംബ്ലിയിൽ മത്സരിച്ചതാണ്, വാമനപുരം മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. അപ്പോൾ എന്തായാലും സുധീർ ഷാ പാലോടിൻ്റെ വിജയം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും, അത് ആനാട് ഗ്രാമപഞ്ചായത്താകട്ടെ, പനവൂരാകട്ടെ, നെല്ലനാകട്ടെ, നന്ദിയോടാകട്ടെ, പുല്ലമ്പാറയാകട്ടെ, വാമനപുരമാകട്ടെ, പെരിങ്ങമലയാകട്ടെ, കല്ലറയാകട്ടെ, പാങ്ങോടാകട്ടെ, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും 392 മുതൽ 72 മുതൽ
3000 വരെ വോട്ടിൻ്റെ വ്യത്യാസം ഓരോ ഗ്രാമപഞ്ചായത്തിലും സുധീർ ഷാ പാലോടിന് കിട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. വെഞ്ഞാറമൂട്ടിൽ പണിയുന്ന മേൽപ്പാലത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം മേൽപ്പാലം വേണോ വേണ്ടേ എന്നുള്ളതിനേക്കാൾ ഉപരി ആ മേൽപ്പാലം പണിയുന്നതിൻ്റെ ഭാഗമായി സർവീസ് റോഡുകളും ബൈ റോഡുകളിലും കൂടെയുള്ള യാത്രക്കാരുടെ വലിയ ദുരന്തം വലിയ പ്രശ്നമായിട്ടുണ്ട്. കാരണം മേൽപ്പാലത്തെക്കുറിച്ച് തന്നെ രണ്ടഭിപ്രായമുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. പക്ഷേ അതിലുപരിയായി ആ മേൽപ്പാലം പണിയുന്നതിൻ്റെ ഭാഗമായി വെഞ്ഞാറമൂടിന് സമീപത്ത് ഉണ്ടായിട്ടുള്ള ട്രാഫിക് പ്രശ്നം, ബൈ റോഡുകളുടെ ആയാലും സർവീസ് റോഡുകളും അപ്രോച്ച് റോഡുകളും കറക്റ്റായിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ടാർ ചെയ്യാതെ ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ ട്രാഫിക് കുരുക്ക് വളരെ വലിയ തോതിലാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ഡലം 50 വർഷമായി ധാരാളം വികസന പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിൽ നടന്നു. സ്വാഭാവികമാണ്, കേരളത്തിൽ ഇപ്പോൾ കിഫ്ബിയുടെ പൈസയും കൂടെ ഉള്ളതുകൊണ്ട് കുറേ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി വാമനപുരം മണ്ഡലത്തിൽ വളരെ കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ നടന്നിരിക്കുന്നു. പക്ഷേ കൺസോൾട്ടേഷൻ ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. മുസ്ലിങ്ങൾ വളരെ കുറവാണ് മണ്ഡലമാകെ പരിശോധിച്ചാൽ. ക്രിസ്ത്യാനികൾ തുലവും കുറവാണ്, നാടാർ കമ്മ്യൂണിറ്റി കുറവാണ്, നമ്പൂതിരി ബ്രാഹ്മണ കമ്മ്യൂണിറ്റി കുറവാണ്. കൂടുതൽ ആളുകളും നായർ കമ്മ്യൂണിറ്റിയിലും ഈഴവ കമ്മ്യൂണിറ്റിയിലും വരുന്നവരാണ്, ആ വിഭാഗത്തിൽ വരുന്നവരാണ്. എന്നിട്ട് അവരെല്ലാം പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം 50 വർഷമായി വോട്ട് കിട്ടുന്ന സ്ഥലത്ത് വളരെ കൃത്യമായി സുധീർ ഷാ പാലോടിനെ പോലെയുള്ള ഒരു പുതിയ ചെറുപ്പക്കാരൻ പെരിങ്ങമല കോളേജിൽ KSU ഒക്കെ പ്രവർത്തിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വന്ന് പല യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ വന്ന് ജയിക്കണമെങ്കിൽ അതിന് വളരെ കൃത്യമായ സംസ്ഥാന തലത്തിലുള്ള ആൻറ്റി ഇൻകംബൻസ് ഉണ്ടായിരിക്കും. പിണറായി വിരുദ്ധ വികാരമുണ്ട്. പിന്നെ വികസനം എന്ന് പറയുന്ന 4 അക്ഷരം കൊണ്ട് മാത്രം മനുഷ്യനെ അങ്ങനെ മോഹിപ്പിക്കാൻ കഴിയില്ല. അവിടെ മറ്റൊരുപാട് ജനാധിപത്യ മൂല്യങ്ങളുമൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ വാമനപുരത്തെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. കാരണം ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു മതേതര വിജയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത്, നായർ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത്, നായർ കാൻഡിഡേറ്റ് മത്സരിച്ച സ്ഥലത്ത്, ഇഴവയും കൂടെ ഉണ്ട്, മത്സരിച്ച സ്ഥലത്ത് ഒരു മുസ്ലിം നാമധാരി ജയിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും പുതിയ ആളാണ്, ചെറുപ്പക്കാരനാണ്, വളരെ പുതിയ ആളാണ്. അതേസമയം നിലവിലുള്ള ആള് 2 പ്രാവശ്യം അവിടുത്തെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ അഴിമതി, അത് സ്വജനപക്ഷപാതം പോലുള്ള അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു MLA അല്ല. അദ്ദേഹം വളരെ സജീവമായി ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്നിട്ടും ആ സജീവത കൊണ്ടാണ് അദ്ദേഹത്തിന് 3ാം തവണയും സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. പിണറായി വിജയൻ 2 തവണയ്ക്കപ്പുറം ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിൽ 2 തവണയും 3 തവണയും മത്സരിച്ചവർക്ക് കൊടുത്തതിൻ്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നവർ മത്സരിച്ചാൽ പാട്ടും പാടി ജയിക്കുമെന്നുള്ളൊരു ധാരണയിലാണ് കൊടുത്തത്. പക്ഷേ ആ ധാരണ പിണറായി വിജയനും തെറ്റി, സംസ്ഥാനത്തും തെറ്റി. എന്തായാലും സുധീർ ഷാ പാലോടിൻ്റെ വിജയം കൃത്യമായി അനലൈസ് ചെയ്യേണ്ട മറ്റൊരു രാഷ്ട്രീയ വിജയമാണ്. അതിൽ മതത്തിനും ജാതിക്കും ഒക്കെ എതിരായി വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ വിജയമാണ് അവിടെ വാമനപുരത്ത് നടന്നിട്ടുള്ളത്. അത് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിരവധി മണ്ഡലങ്ങൾ നമുക്ക് ഇനിയും തുടർന്നും വിശകലനം ചെയ്യേണ്ടതുണ്ട്.